നമുക്കില്ലൊരു ഡെയിൽ വൈ ലൈഫ് കണ്ടാലോ? കുറെ നാളായിട്ട് വിചാരിക്കാം ഈ ഡെയിൽ വൈ ലൈഫ് ഒക്കെ എടുക്കണമെന്ന്. അപ്പൊ രാവിലെ അല്ല ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റുള്ളപ്പോൾ എന്നോട് പറഞ്ഞറിയാമോ, രാവിലെ കോഴിക്ക് തീറ്റ വാങ്ങിച്ചിട്ട് വന്നാൽ നിനക്കുള്ളതില്ല കറക്റ്റായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടോ. അതിലും എന്റെ വീട്ടുകാർക്ക് കോഴി വാഴ കഴിട്ടേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കോഴിക്ക് തീറ്റയും കൊടുത്തിട്ടുള്ളപ്പോൾ നല്ല മഴക്കാറില്ല. അപ്പൊ അവ എന്നോട് ചീര പറിക്കാൻ പോവാന്ന്. അങ്ങനെ പറമ്പിൽ ചെന്നപ്പോൾ ഞാൻ മനുഷ്യൻ എത്ര ഇവിടുത്തെ പോച്ചകൾ നടക്കല്ലേ, പോച്ച ഏതാ ചീര ഏതാ വാഴ ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ ചീരയൊക്കെ കുറച്ച് ചോറൊക്കെ കൊണ്ടിട്ട് നേരെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അത് നേരെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. നാളെ എന്തായാലും ഈസ്റ്റർ അല്ലേ, കുറെ സാധനങ്ങൾ വാങ്ങിക്കാനില്ലേ. ഞാൻ പിന്നെ എൻ്റെ വീട്ടിലെ ഫ്രീ ഡ്രൈവർ അതുകൊണ്ട് എവിടെ വേണേലും എന്നെ കൊണ്ടുപോകാം. കമ്മീഷനായിട്ട് വല്ല 10 രൂപയുടെ 20 രൂപയുടെ വെള്ളമൊക്കെ വാങ്ങിച്ചാൽ ഞാൻ ഇവിടെ വേലേലും. ആദ്യം പോയത് പച്ചക്കറി കടയിലോട്ടാണ്. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചപ്പോൾ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയ ചിക്കൻ കടയിലോട്ട് പോയി. ചിക്കനില്ലാതെ നമുക്ക് ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അരിയും പഞ്ചസാരയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ അടുത്ത ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയ ബേക്കറി കടയിലോട്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ വാങ്ങിച്ചില്ലോ ഒന്നും ഇല്ല, അങ്ങനെയൊന്നും വാങ്ങിച്ചെടുത്തില്ല. ആകെ വാങ്ങിയത് ഒരു ബ്രെഡും പിന്നെ എല്ലാ കമ്മീഷനായ ഒരു ഐസ്ക്രീമും ഒരു വെള്ളവും വാങ്ങിച്ചു. പിന്നെ ഇത്രയും ഓടിച്ചു വന്നതുകൊണ്ട് ഒരു സ്മൂത്തിയും കൂടെ വാങ്ങിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചില്ലേ ഞങ്ങൾ വിട്ടു കേട്ടോ. കാരണം വൈകിട്ട് നമുക്ക് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല. സന്ധ്യാസ്കാരം തീരാറായപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഓക്കെ, ബൈ.